സൂചനകൾ ലഭിക്കുമ്പോഴേക്കും പ്രമേഹ രോഗം അതിൻ്റെ ഒരു പ്രധാന ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് സൂചനകൾ ലഭിക്കാറ്. പക്ഷേ രോഗിക്കുള്ളതിനേക്കാൾ അതിനെക്കുറിച്ച് തിരിച്ചറിവുള്ള കുടുംബാംഗങ്ങൾക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് വണ്ണം കൂടുന്നു. ഒരു കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞിൻ്റെ വണ്ണം കൂടി വരുന്നു, പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ അതൊരു സൂചനയാണ്. രണ്ട്, കുട്ടിയുടെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയോ വണ്ണം കൂടുതലുള്ളവരുടെ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രത്യേകിച്ചും കഴുത്തിൻ്റെ ചുറ്റും, കഴുത്തിൻ്റെ പിൻഭാഗം, ഈ വശങ്ങൾ, കൈ കക്ഷം, മാതിരി കാലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ, അവിടെയൊക്കെ ഒരു കറുപ്പ് നിറം പടർന്നു വരാറുള്ളതായിട്ട് കാണാം. അത് മെഡിക്കൽ സയൻസിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുക. അത് ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉൽപാദനം കൂടി, അത് ഇൻസുലിൻ ഈ റെസിസ്റ്റൻസ് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ കൂടുതലുള്ളപ്പോൾ ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് നോർമലിൽ നിർത്താനായിട്ട് ശരീരം കൂടുതലായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ വളരെ പ്രകടമായിട്ടുള്ളൊരു സൂചനയാണ്. അത് തൊലിയിൽ ചെന്ന് ഈ ഒരു കളർ വ്യത്യാസം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ വരുന്നവരിൽ ഭാവിയിൽ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ പ്രമേഹ രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് ഏതാണ്ട് തീർച്ചപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. അപ്പോൾ അത് കുട്ടികൾക്കോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലോ സ്വയം തിരിച്ചറിവില്ലാവില്ല. പക്ഷെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അറിവുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ കാണിച്ചോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്ലഡിൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി മുൻകരുതലുകൾ എടുത്ത് വണ്ണം കുറച്ചാൽ തന്നെ ഇത് വലിയൊരു അളവ് വരെ ഈ കറുപ്പ് നിറവും മാറും, പ്രമേഹ രോഗത്തിനുള്ള സാധ്യതകളും മാറാറുണ്ട്. പിന്നെയുള്ള ലക്ഷണങ്ങൾ പ്രമേഹ രോഗത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി കൂടുമ്പോൾ ക്ഷീണം, തളർച്ച, നേരത്തെ ചെയ്തിരുന്ന രീതിയിൽ അയാളുടെ ജോലിയിൽ വ്യാപരിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, കുറേ കൂടി രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ദാഹം വരും, അമിതമായിട്ടുള്ള വിശപ്പ് വരും, അമിതമായി മൂത്രം പോകുന്ന അവസ്ഥ വരും. ഇതെല്ലാമാണ് പൊതുവെയുള്ള ലക്ഷണങ്ങൾ. ചില തെറ്റിദ്ധാരണകൾ ഇതിനോടൊപ്പം ഉണ്ടാവാറുണ്ട്. പല രോഗികളും വന്ന് പറയാറുണ്ട്, എനിക്ക് പ്രമേഹം ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല, കാരണം മുറിവ് വന്നപ്പോൾ പെട്ടെന്ന് ഉണങ്ങി, എനിക്ക് എവിടെ മുറിവ് വന്നാലും 2 ദിവസത്തിൽ ഉണങ്ങാറുണ്ട്. അതെങ്ങനെയോ നേരത്തെ പറഞ്ഞ ചോറ് തിളപ്പിച്ച് വാർക്കുന്ന ഇതുപോലെ തന്നെ എങ്ങനെയോ കയറിക്കൂടിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. മുറിവ് ഉണങ്ങുന്നത് വൈകുന്നതിനോ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിനോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവായിട്ട് യാതൊരു ബന്ധമില്ല. നേരെ മറിച്ച് മുറിവ് വന്നാൽ അതിൽ ഇൻഫെക്ഷൻ വരാൻ പ്രമേഹ രോഗിക്ക് സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് വ്രണങ്ങൾ, കാലിലെ വ്രണങ്ങളും മറ്റുമൊക്കെ ഏറ്റവും അപകടകരമായി തീരാറുള്ളത് പ്രമേഹ രോഗത്തിൽ. മുറിവ് ഉണങ്ങുന്നത് പെട്ടെന്ന് ഉണങ്ങുന്നു, അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും സഹോദരി സഹോദരന്മാർക്കും മറ്റെല്ലാവർക്കും പ്രമേഹമുള്ള ആൾ പോലും 5 കൊല്ലം കഴിഞ്ഞിട്ട് 300-400 ഷുഗറായിട്ട് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കഥ കേൾക്കേണ്ടി വരാറുണ്ട്, എനിക്ക് മുറിഞ്ഞ പെട്ടെന്ന് ഉണങ്ങാറുണ്ട്, അത് കാരണം ഞാനിത് ഉണ്ടെന്ന് കരുതിയില്ല എന്ന്. അതുകൊണ്ട് ഈ സൂചനകൾ അത്ര ഒരു പ്രകടമായ രീതിയിൽ വരുമ്പോഴേക്കും രോഗം ഒരു 6 മാസം 1 കൊല്ലം പിന്നിട്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഡോക്ടർമാരായാലും സംഘടനകളായാലും പറയാറുള്ളത്, ഒരു 18 വയസ്സിന് മേലെ വർഷത്തിലൊരിക്കലെങ്കിലും ബ്ലഡ് ഗ്ലൂക്കോസ് അളവ് ചെക്ക് ചെയ്തിരിക്കണം. അത് കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹം അടുത്ത ബന്ധുക്കൾക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായും ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ റിസ്ക്, ഇപ്പോൾ അമിതവണ്ണം അല്ലെങ്കിൽ അതിനുള്ള റിസ്കുകൾ, മറ്റുള്ള റിസ്കുകൾ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം.